ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സ്വിച്ച് വേർഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഒരു കോൾ ലഭിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. ഇതിനു മുന്നേ തന്നെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് സിമ്പിളായിട്ട് ഒരു സ്വിച്ച് വേർഡ് ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആ സ്വിച്ച് വേർഡ് എന്നുള്ളത്, അതേപോലെ തന്നെ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര ദിവസമാണ് നമ്മളിത് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്വിച്ച് വേർഡ് എന്താണെന്നുള്ളത് പറയാം. ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പേര് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ആരിൽ നിന്നാണോ കോൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേരാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിന്റെ പേരാണ് എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വന്നത്. അപ്പോൾ ഞാൻ ആ പേര് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്വിച്ച് വേർഡ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ഐഷ സംഹൗ കോൾ മീ നൗ എന്നുള്ളതാണ്. അതായത് ഐഷ എന്നുള്ളവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരിൽ നിന്നാണോ കോള് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേരാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ സംഹൗ, അതായത് SOMEHOW, സംഹൗ കോൾ മീ നൗ. ഐഷ സംഹൗ കോൾ മീ നൗ, അതാണ് നമ്മുടെ സെന്റൻസ് അല്ലെങ്കിൽ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു സെന്റൻസ് എഴുതേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. ഫുൾ ക്യാപിറ്റൽ ലെറ്റർ വേണം നിങ്ങൾ എഴുതാനായിട്ട്. അതേപോലെ ഓരോ വേർഡ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അത് എഴുതാനായിട്ട്. ആ ഗ്യാപ്പ് ഇടുന്ന ഭാഗത്തൊക്കെ നിങ്ങൾ ചെറിയൊരു ഹൈഫൺ ഇടുക. ഹൈഫൺ ഇട്ടിട്ട് വേണം ആ ഒരു സെന്റൻസ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 പ്രാവശ്യമാണ് നിങ്ങൾ എഴുതേണ്ടത്. അതും 21 ദിവസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളിത് ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 21 ദിവസം നൈറ്റ് അല്ലെങ്കിൽ മോർണിംഗ് 21 പ്രാവശ്യം ഇത് എഴുതുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് കിട്ടുന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മറ്റ് സ്വിച്ച് വേർഡ്സിനെ കുറിച്ചും അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് അല്ലെങ്കിൽ എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് ഉറപ്പായിട്ടുണ്ടായിരിക്കും. അങ്ങനെ റിസൾട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്